കാര്യമായിട്ട് ഒന്നും ചെയ്യാത്ത ആള് മലക്കുൽ മൗത്ത് അങ്ങ് വരുന്ന സമയത്ത് അയാൾ വിലാപത്തോടെ പറയും, കുറച്ചുകൂടി നേരെ ദുനിയാവിൽ തന്നിരുന്നെങ്കിൽ എമ്പാടും കൊടുക്കാണ്ടായിരുന്നു. പലർക്കും അതൊന്ന് പെട്ടെന്ന് ഒരൊറ്റ മിനിറ്റ് കൊണ്ടൊന്ന് എഴുതി കൊടുത്തിട്ട് ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് പിന്നെ പിടിച്ചാലും കുഴപ്പമില്ല. ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബനു ഇസ്രായേൽ ജീവിച്ചൊരു മനുഷ്യൻ, അയാൾ വലിയ സമ്പന്നനായിരുന്നു. സമ്പന്നനാകാന്നുള്ള ഇസ്ലാമിൽ മോശമുള്ള കാര്യമൊന്നുമല്ല. നല്ല സമ്പന്നന് വലിയ ബർക്കത്ത് തന്നെയാണ്, ഒരുപാട് നന്മകൾ ഉണ്ടാവും ചെയ്യും. പക്ഷെ ഈ സമ്പന്നൻ അയാൾ നല്ല സുഖിയനാണ്, സുഖിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. സുഖത്തിൽ അയാൾക്ക് എന്തും അയാൾ കൊടുക്കും, അയാളുടെ ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ട്. ആഖിറത്തിന്റെ സുഖത്തിന് വേണ്ടിയല്ല, ദുന്യാവിന്റെ സുഖത്തിന് വേണ്ടി. ആഖിറത്തിന്റെ സുഖമൊന്നും അയാൾ ശ്രദ്ധയിലില്ല. അങ്ങനെ അയാൾക്ക് ഒരു വലിയ കൊട്ടാരവും ആ കൊട്ടാരത്തിന്റെ ചുറ്റുഭാഗത്തും കാവൽ നിൽക്കുന്ന കാവൽഭടന്മാരൊക്കെ ഉണ്ട്. ഉച്ച സമയത്ത് അയാൾ ആരും വന്ന് ശല്യം ചെയ്യാൻ പാടില്ല. അത് ഉച്ച ഉറക്കത്തിന്റെ വിശ്രമത്തിന്റെ നേരമാണ്. അന്നൊക്കെ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം രൂപം പ്രാപിച്ച് വരുന്ന കാലഘട്ടമല്ലേ. നമ്മളെ കാലത്തും അങ്ങനെ രൂപം പ്രാപിച്ച് വരികയാണെങ്കിൽ നമ്മളൊക്കെ കഥ കുറച്ച് കാണായിരുന്നു, കുറച്ചുകൂടി ഉഷാറുണ്ടാവും. ഒരു യാചകന്റെ വേഷത്തിൽ ഒരാൾ വന്ന് ഗേറ്റിന് മുട്ടി. അപ്പൊ അവിടെ നിൽക്കുന്ന പാറാവുകാര് വന്നിട്ട് പറഞ്ഞു, കാവൽക്കാര് വന്നിട്ട് പറഞ്ഞു, ഇപ്പോ ഗൃഹനാഥൻ ഉറങ്ങുന്ന നേരമാണ്, നിങ്ങൾ കുറച്ചു നേരം വൈകുന്നേരം വന്നോളൂ, ഇപ്പൊ പറ്റൂല, കാണാൻ പറ്റൂല. അവരത് പറഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വീണ്ടും മുട്ടി, ആ കതകിന് മുട്ടി, ഗേറ്റിന് മുട്ടി. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു, രണ്ടാമത് നിന്നോടല്ലേ ആദ്യം പറഞ്ഞത്, ഇപ്പൊ വിശ്രമിക്കുന്ന നേരമാണ്, ഇപ്പൊ ആർക്കും സന്ദർശനത്തിന് സമയം കൊടുക്കറില്ല, വൈകുന്നേരം വന്നിട്ട് കാണാൻ, പൊയ്ക്കോന്ന് പറഞ്ഞു. അവരങ്ങ് മാറി കുറച്ചുകൂടി പോയപ്പോ മൂന്നാമത് പിന്നെയും മുട്ടി. മൂന്നാമത് ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന നിശ്ചയത്തോടെ അവര് വരുമ്പോഴേക്ക്, മുന്നിലെത്തിയപ്പോഴേക്ക് പറഞ്ഞു, ഞാൻ അസ്രായിലാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അസ്രായിലാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ അവർക്കും ആകെ പിടുത്തം വിട്ടു. കാരണം ആരെ പിടിക്കാൻ നിശ്ചയിച്ചെന്ന് അറിയില്ലല്ലോ. അവര് വേഗം പോയിട്ട് ആ കുടുംബനാഥനോട്, മുതലാളിയോട് പറഞ്ഞു, വാതിൽക്കൽ വന്നിട്ട് ഒരാൾ 3 പ്രാവശ്യമായി മുട്ടി, മൂന്നാമത്തെ തവണയാണ് അസ്രായിലാണെന്ന് പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ അയാളോട് വല്ലതും എതിർത്ത് സംസാരിച്ചോ? ഇല്ല, എതിർത്തൊന്നും സംസാരിച്ചിട്ടില്ല, നിങ്ങൾ ഉറങ്ങുന്ന നേരമാണ്, വിശ്രമിക്കുന്ന നേരമാണ്, പിന്നെ വന്നാ മതി എന്നാ പറഞ്ഞത്. എന്നാ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്ന്. എത്ര ബഹുമാനത്തോടെ കൂട്ടിക്കൊണ്ടുവന്നാലും, എത്ര സൽക്കാരത്തോടെ കൂട്ടിക്കൊണ്ടുവന്നാലും ടൈം ആയാലും മുപ്പര് പിടിക്കും. ഒരു സെക്കൻഡ് പോലും ഒന്നും മാറ്റം ഉണ്ടാവില്ല. ഇങ്ങനെ ഇസ്രായേൽ വന്നു, മുതലാളി ഇങ്ങനെ കിടക്കല്ലേ, എന്തിനാ വന്നത്? നിങ്ങളെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാ. എന്റെ റൂഹ് പിടിക്കാൻ സമയമായോ? സമയായി, കുറച്ച് നേരം എനിക്കൊന്ന് തരൂ. എന്തിനാ നിങ്ങൾക്ക് നേരം? ഇനി ഈ കാണുന്ന അറകളിൽ, ഈ കാണുന്ന സെൽഫുകളിലൊക്കെ നിധിശേഖരങ്ങളുണ്ട്, സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, മുത്തുണ്ട്, രത്നമുണ്ട്, പലതുണ്ട്. അതൊക്കെ ഒന്ന് അർഹതപ്പെട്ട ആളുകളിലേക്ക് ഒന്ന് കൊടുക്കാൻ വേണ്ടി ഒന്ന് പറയാൻ. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഇത്രയും കാലമായിട്ട് നേരം കിട്ടിയില്ല? ഇത്രയും കാലമായിട്ട് നേരം കിട്ടിയില്ല? നമ്മളൊക്കെ എപ്പോഴുള്ള വർത്താനം അങ്ങനല്ലേ, നേരല്ല. ലാസ്റ്റും അങ്ങനെ പറയോ, നേരം കിട്ടിയില്ല തൗബ ചെയ്യാൻ? ഇതിനാ തൗബ ബന്ധിക്കുന്നത്? റമദാനാകാൻ കാത്തിരിക്കണ്ട, തൗബ ഇപ്പൊ തന്നെ ചെയ്തോളൂ. എത്രയും വേഗം തൗബ ചെയ്യുന്നതാണ് ജീവിതത്തിൽ അമലുകൾ സ്വീകരിച്ചു കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. തമാശയും മറ്റൊക്കെ നിർത്തിയിട്ട്, അനാവശ്യങ്ങളും മറ്റൊക്കെ നിർത്തിയിട്ട്, കാര്യബോധത്തോടെ എത്ര വേഗം ഒരാൾ തൗബ ചെയ്ത് നന്നാകുന്നുവോ അതിന്റെ ശേഷമുള്ള അമലുകൾക്കുള്ള സ്വീകാര്യത മുമ്പുള്ള അമലുകളെ പോലെ ആകൂല. അത് അല്ലാഹു തആല അത്രയും നല്ല രൂപത്തിലാണ് അമലുകൾ സ്വീകരിക്കുക. ജീവിതം അങ്ങനെ തന്നെ, ജീവിതമൊക്കെ മാറും ഖാലിസായ നിലക്കുള്ള തൗബയാണെങ്കിൽ. തൗബ അവസാനത്തേക്ക് ബന്ധിക്കേണ്ട ഒരു സംഗതിയല്ല. കാരണം എപ്പോഴാണ് ആള് വരെ എപ്പോഴാ പിടിക്കാന്ന് പറയാൻ പറ്റൂല, അതുകൊണ്ട് വേഗാക്കേണ്ട സംഗതിയാണ്. ഈ സമ്പന്നനായ വ്യക്തി പറഞ്ഞു, ഇതൊന്നും കൊടുക്കാൻ നേരം കിട്ടാത്തതുകൊണ്ടാണ്. നേരം കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കദബ്ത, നീ കളവാണ് പറഞ്ഞത്.
ഇഷ്ടം പോലെ സമയം അല്ലാഹു നിനക്ക് തന്നിട്ടുണ്ട്, പക്ഷേ നീ പിശുക്കനായി ജീവിച്ചു. അപ്പോഴാണ് സഹോദരങ്ങളെ ആ അറകൾക്ക് ഉള്ളിലുള്ള സെൽഫുകൾക്ക് ഉള്ളിലുള്ള സമ്പത്ത് സംസാരിച്ചു. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, സമ്പത്ത് സംസാരിച്ചു. സ്വർണം പറയുന്നു, എന്നെ സൂക്ഷിച്ചിട്ട് ഇത്ര വർഷമായി. വെള്ളി പറയുന്നു, എന്നെ എടുത്തു വെച്ചിട്ട് ഇത്ര വർഷമായി. മുത്ത് പറയുന്നു, എന്നെ സൂക്ഷിച്ചിട്ട് ഇത്ര മാസമായി. ഓരോന്നും ഓരോന്നും അതിന്റെ കാലാവധി പറഞ്ഞപ്പോ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ നീ പറഞ്ഞത് കളവാണ് എന്ന്? ഇനി ഒരു സെക്കൻഡ് സമയം ബാക്കിയില്ല, നിന്നെ പിടിക്കാനുള്ള കറക്റ്റ് നേരമായി. ഒരൊറ്റ ദിർഹമും ദീനാറും കൊടുക്കാനുള്ള ഒരു എഴുത്തുപോലും കൈമാറാതെ, ആരെങ്കിലും വിളിച്ചു ഉപദേശിക്കാതെ പെട്ടെന്നതാ അദ്ദേഹത്തെ പിടിച്ചുപോയി. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമയം വന്നപ്പോ അങ്ങ് പിടിച്ചു. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. നേരമെത്തിക്കഴിഞ്ഞാൽ എനിക്കും പിന്തിക്കാൻ അല്ലാഹു തആല സമയം തരൂല. നമുക്കാർക്കും തന്നെ അല്ലാഹു തആല പിന്തിക്കാനുള്ള ഒരു ടൈം സമയം എത്തിക്കഴിഞ്ഞാൽ നൽകില്ല. അതുകൊണ്ട് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അസ്രായീലിനോട് അങ്ങനെ പറഞ്ഞാൽ സ്വീകരിക്കൂലെങ്കിൽ പിന്നെ എന്തിനാ നീ തൗബ മാറ്റിവെക്കുന്നത്? ഇപ്പോഴങ്ങ് തൗബ ചെയ്തൂടെ? ആ മനുഷ്യൻ